ഹിമാചൽ പ്രദേശിൽ മേഘവിസ്ഫോടനം 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 3 പേർ മരിച്ചുവെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമ്മുടെ മുൻപിലേക്ക് എത്തുന്ന ഒരു വിവരമെന്ന് പറയുന്നത്. 20-ലധികം പേരെ കാണാതായിട്ടുണ്ട്. വിവരങ്ങളുമായി സ്വാതി ചേരുകയാണ്. സ്വാതി, ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ നിന്ന് കേൾക്കുന്നത്. മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുമെന്ന് അറിയാൻ പറ്റുന്നു. 3 പേർ മരിച്ചുവെന്നാണ് ഇപ്പോൾ ആദ്യമായി ലഭിക്കുന്ന വിവരം. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ആശങ്കാജനകമാണോ കാര്യങ്ങൾ? മനു, ഇന്നലെയോട് കൂടിയാണ് ഹിമാചൽ പ്രദേശിൽ ഇത്തരത്തിൽ മേഘവിസ്ഫോടനം ഉണ്ടാകുന്നത്. ഇത് സൈഞ്ച് താഴ്വരയിലാണ് മേഘവിസ്ഫോടനം ഇന്നലെ ഉണ്ടാവുകയും തുടർന്ന് വിവിധ മേഖലകളിലേക്ക് വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ചെയ്യുന്നത്. വിവിധ നദികളിലെ ജലനിരപ്പ് ഉയരുകയും നിലവിലിപ്പോൾ സ്ഥിതിഗതികൾ വളരെ മോശമായി തന്നെയാണ് വിവിധ ഇടങ്ങളിൽ തുടരുന്നത്. ഈ വാഹനങ്ങളടക്കം ഒഴുകിപ്പോവുകയും ഈ ടൂറിസ്റ്റ് മേഖലകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഹിമാചൽ പ്രദേശിന്റെ മൊത്തത്തിലുള്ള സാഹചര്യം വിലയിരുത്തുകയാണെങ്കിൽ വിനോദസഞ്ചാര മേഖലയാണ്. അപ്പോൾ വിനോദസഞ്ചാര മേഖലകളിലേക്ക് എത്തുന്ന വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരികളൊക്കെയും പലയിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം തന്നെയാണ്. 5 ജില്ലകളിൽ ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുളു, മണാലി, ധർമ്മശാല തുടങ്ങിയ ഇടങ്ങളിൽ തന്നെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ധർമ്മശാലയിലാണ് 10ഓളം തൊഴിലാളികൾ ഈ ഒഴുക്കിൽപ്പെട്ട് കാണാതായ സാഹചര്യമുണ്ട്. ഇവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. 20ഓളം പേരെയാണ് വിവിധ ജില്ലകളിലായി കാണാതായിട്ടുള്ളത്. സ്ഥിതിഗതികൾ വളരെ മോശമായി തന്നെയാണ് തുടർന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട്. വാഹനങ്ങൾ ഒഴുകിപ്പോവുകയും ഈ പാലവും അതോടൊപ്പം റോഡുകളടക്കം തകരുകയും ചെയ്യുന്നത് തന്നെ ജനജീവിതം വളരെ ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മേഘവിസ്ഫോടനത്തിന് പിന്നാലെ തന്നെ ശക്തമായ മഴയും ഉണ്ടായിരുന്നു. മാത്രമല്ല കസോൾ അടക്കമുള്ള ടൂറിസ്റ്റ് മേഖലകളിലെ പാർവതി വാലി ഉൾപ്പെടെയുള്ള നദികളിൽ ജലനിരപ്പ് ഉയരുകയും അത് വലിയ തരത്തിൽ തന്നെ ജനങ്ങളെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുക തന്നെയാണ്. ഈ കാണാതായ 20ഓളം പേരെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തുവാനുള്ള നീക്കങ്ങൾ തന്നെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉദ്യോഗസ്ഥരടക്കം വിവിധ ജില്ലകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടായി പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. നിലവിൽ സ്ഥിതിഗതികൾ രൂക്ഷമായി തന്നെയാണ്, അല്ലെങ്കിൽ ജനജീവിതം സംബന്ധിച്ച് വലിയ ആശങ്ക തന്നെയാണ് ഹിമാചൽ പ്രദേശിൽ നിലനിൽക്കുന്നത്. മനു.